കരുത്തുള്ളവരാകും. സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ എതിർത്തു നിൽക്കുവാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുക. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടപെട്ട്. എല്ലാവരും എന്നോട് ഇപ്പോൾ ചോദിക്കുന്ന ആളുകൾ ഈ സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ അതിൻ്റെ ഒരു തിന്മയുടെ രൂപയാണ്. അതായത് പാപം ചെയ്തുകൊണ്ട് തന്നെ ആത്മീയ കാര്യങ്ങൾ ചെയ്യുന്ന സ്പിരിറ്റിൻ്റെ പേരാണ് സ്വർഗീയിടങ്ങളിൽ തിന്മ. പാപം നല്ല 10 പ്രമാണം ലംഘിക്കും, അതുപോലെ തന്നെ ഈശോമിശിഹായും പ്രസംഗിക്കും, രോഗശാന്തിയും കൊടുക്കും, എല്ലാ പരിപാടിയും ചെയ്യും. പ്രസലോഷൻ ഇതാണ് ഈ രണ്ടും കൂടെ ഒരുമിച്ച് അത് സ്വർഗീയ ഇടങ്ങളിൽ വർത്തി തരും. ആ സ്വർഗത്തിൽ തന്നെ നിന്നുകൊണ്ടാണ് അത് എല്ലാ തിന്മയും ചെയ്യും. അത് ദൈവത്തെ ആരാധിക്കുകയും ചെയ്യും, അതേസമയം തന്നെ ദൈവത്തിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്യും. ഒരേ സമയം ഈശോയാണ് ദൈവമെന്നും കർത്താവെന്നും രക്ഷകനെന്ന് പറയുകയും ചെയ്യും. അതിന് പോയിട്ട് മന്ത്രവാദികളും കൂടോത്രവേദരും വീട്ടിലും പോകും. രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്നതാണ് ഈ സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കളുടെ രണ്ടും ഒരേ സമയം കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ അവരങ്ങനെ തന്നെ കൊണ്ടുപോകും. പ്രസലോഷ് ആ ടൈക്കൻ്റെ ഒരു മാറ്റം പോലും ഒരേ സമയം തന്നെ. അതാണ് ഈ സ്പിരിറ്റ് നമ്മുടെ തലയിൽ കയറി പിടിച്ച പിന്നെ നമ്മളെല്ലാം അങ്ങനെയായിത്തീരും. പ്രസലോഷ് ലോകത്ത് ഒരുപാട് പേര് അങ്ങനെയായി തീർന്നു കഴിഞ്ഞിട്ടുണ്ട്. പ്രസലോഷ് ഒരേ സമയം രണ്ടും കൊണ്ട് നിൽക്കും. അപ്പോൾ നോക്കുമ്പോൾ പ്രാർത്ഥനയുണ്ട്, എല്ലാ കാര്യങ്ങളും ബൈബിളും ഉണ്ട്, വിശ്വാസമുണ്ട്, കൊന്തയുണ്ട്, നമസ്കാരങ്ങളുണ്ട്, എല്ലാം നോയമ്പുമുണ്ട്, എല്ലാം ഒരുമിച്ച് കിട്ടും ഒരു മുറിയിൽ. അതാണ് അപ്പോൾ നോക്കുമ്പോൾ വിവാഹം കഴിച്ചാലും ഒരേ സമയം തന്നെ വിവാഹത്തിൻ്റെ ഭാര്യ ഉണ്ടാവും, അവിഹിത ബന്ധവും സൂക്ഷിക്കുക. ഇതാണ് ഈ സ്പിരിറ്റ് കയറി വന്നപ്പോൾ അത് വലിയൊരു ബോധമണ്ഡലത്തിലുണ്ടാകുന്നൊരു റോങ് കോൺഷ്യസ് ആണ്. തെറ്റായ ദൈവത്തെക്കുറിച്ചുള്ള തെറ്റായ ഒരു അറിവാണ് അതിൻ്റെ പിന്നിലെ രഹസ്യം. ദൈവത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും സുവിശേഷ വചനത്തെക്കുറിച്ചുള്ള തെറ്റായൊരു അറിവുകളുടെ തലയിൽ കയറി. അത് ബൈബിൾ എഴുതി വെച്ചിട്ടുണ്ട്. ആ സംഭവം കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഈ വചനം. അതായത് 2 കൊറിന്തോസിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള വചനം വായിക്കുമ്പോൾ അത് വലിയൊരു വചനം. 12 മുതൽ ഈ ദൃശ്യമായ പ്രത്യാശ ഞങ്ങൾക്കുള്ളത് കൊണ്ട് ഞങ്ങൾ ധൈര്യമുള്ളവരാണ്. മങ്ങിക്കൊണ്ടിരുന്ന തേജസ്സിൻ്റെ തിരോധാനം ഇസ്രായേൽക്കാർ ദർശിക്കാതിരിക്കാൻ വേണ്ടി മുഖത്ത് മൂടുപടം ധരിച്ച മോശയെപ്പോലെ മുഖത്ത് മൂടുപടം ധരിച്ച മോശയെപ്പോലല്ല ഞങ്ങൾ. അവരുടെ മനസ്സ് കടുപ്പമേറിയതായിരുന്നു. കാണണോ എഫേസസ് 6:12 അരൂപ മനസ്സ് കടുപ്പമേറി. പണ്ടെൻ്റെ അന്നീ ഗുരു എന്നോട് പറയരുത് എഫേസസ് 6:12 സ്പിരിറ്റിനെ ബന്ധിക്കാൻ പോയേക്കരുന്ന് പറയും. കാരണം വെച്ചാൽ ഇത് മനസ്സ് ഒരേ സമയം സ്പിരിച്വലായിട്ട് നമ്മൾ കാണിക്കാം. അപ്പം നമ്മൾ വിശ്വസിച്ചു പോയത്. അപ്പോൾ അടയാളമൊക്കെ കാണിക്കും, അതെല്ലാം എന്തും കാണിക്കും. അതേസമയം തെറ്റും ചെയ്യും. ഒരേ പ്രവൃത്തികൾ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകും. ദാറ്റ് ഇസ് കോൾഡ് എഫേസസ്. ഇന്ന് ലോകത്തെ സഭയ്ക്കുന്നുള്ള ഏറ്റവും വലിയ പീഡ എഫേസസ് 6:12 സ്പിരിറ്റാണത്. അതനേകരി പകർന്നു കഴിഞ്ഞിരിക്കുന്നു, പല രീതിയിൽ പകർന്നു കഴിഞ്ഞിരിക്കുന്നു. അത് വളരെ അവർ ഈശോയോട് ഒരിക്കലും വിശ്വസ്തത കാണിക്കത്തില്ല. അവർ ഒരിക്കലും വിശ്വസ്തത എന്നുള്ള പുണ്യം അവരുണ്ടായിരിക്കത്തില്ല. ആ വാക്കിൽ കാണും, പക്ഷെ പ്രവൃത്തിയിൽ ആരോടും അവർക്ക് സത്യത്തിൽ ആരോടും ആത്മാർത്ഥം ദൈവത്തോടുമില്ല, ആരോടുമില്ല. അവർക്ക് അവരുടെ സുഖം സന്തോഷം മാത്രമാണ് അവരുടെ അകത്തിൽ. ദൈവവിശ്വാസമില്ല. പക്ഷെ വിശ്വാസത്തെക്കുറിച്ച് നല്ല സുന്ദരം ക്ലാസ് തരും. പ്രശ്നം വചനത്തിൻ്റെ നല്ല രസകരമാണ്, നല്ല സയൻറ്റിഫിക്കലായിട്ട് നല്ല 1 2 3 4 5 6 7 7 പോയിന്റ്സ് ഒക്കെ കൃത്യമായിട്ട് എടുത്തു വെച്ച് ഫസ്റ്റ് നമ്പർ പോയിന്റ് നമ്പർ 1 എന്ന് പറഞ്ഞ സെക്കൻഡ് നമ്പർ എല്ലാം കൃത്യം. പക്ഷെ രണ്ടും കൊണ്ടുപോകും. ഇതിലൊരുപാട് പേര് പെട്ടുകഴിഞ്ഞിട്ടുണ്ട്. കർത്താവിൻ്റെ ആത്മാവ് ശരിക്കും നമ്മളിൽ ഇല്ല എങ്കിൽ നമ്മളെല്ലാം ഇതിനകത്ത് പെട്ടുപോകും. പ്രിസലോഷ് അത് പെട്ടുപോയി കഴിയുമ്പോൾ അറിയില്ല. നമുക്ക് കിട്ടിയ അതിവിശിഷ്ടമായ വിശുദ്ധമായ പൂർവികമായ പണ്ടുകൊണ്ട് കിട്ടിയ അഭിഷേകങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടു പോകുന്നു. വലിയൊരു എഫേസസ് 6:12 അരൂപി ലോകത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുക. അത് വരുമ്പോഴാണ് നമ്മുടെ ഇടയിൽ ശത്രുത കയറും, കലഹങ്ങൾ കയറും, അസൂയ കയറും, ഭിന്ന അഭിപ്രായങ്ങൾ കയറും. പിന്നെ നമ്മൾ 2 വാക്ക് ഒരേ സമയം ദൈവത്തെ ആരാധിക്കും, അതേസമയം നമ്മൾ മോശമായിട്ടുള്ള പെരുമാറ്റം നമ്മൾ അത്